കുറെ കാലമായില്ലേ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അടുക്കളയിൽ നിന്ന് വിറകുമ്പോൾ തോന്നിയത് ജസ്റ്റ് ഒന്ന് എടുത്തേക്കാന്ന്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിൻ്റെയും തിരക്കാണ് കേട്ടോ അടുക്കളയിൽ. ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് കഴിക്കാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്. സാമ്പാർ കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും അത് കഴിക്കാമല്ലോ. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറിന് എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വെണ്ടയ്ക്കുപ്പേരി, എനിക്കിഷ്ടമുള്ള പേരാണ് കേട്ടോ. അപ്പോൾ ഇക്കുമോന് എക്സാം ആയതുകൊണ്ട് അവന് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം ആക്കി കൊടുത്താൽ മതി അവന്. പിന്നെ സ്നാക്സിന് ഞാൻ അവന് പഴം വെച്ചിട്ടുണ്ട്, അതാണ് ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അതും റെഡിയാക്കി കൊടുത്തിട്ട് അവനിതാ വാരി കൊടുക്കുകയാണ്. എനിക്ക് കൊണ്ടുപോകാൻ ഉപ്പേരിയുടെ കൂടെ ഞാൻ ഇത്തിരി തേങ്ങ ചമ്മന്തിയും ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ചോറ്റുപാത്രം. ബാക്കി വിശേഷങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ. വൈകിട്ട് തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ഓഫീസിൽ നിന്ന് വന്നത്. കാരണം എല്ലാവരും കൂടി രാത്രി കണ്ടുറുമ്പുകാവിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ പോന്നു. എന്നപാടെ കുളിച്ചിട്ട് ഞാനും ഏട്ടനൊക്കെ റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിമാരുണ്ട്, 2 പേരും ഉണ്ട്. പിന്നെ സ്നേഹം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങോട്ട് വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നപാടെ ഫ്രഷായിട്ടും വേർത്ത് കുളിക്കുന്നതിൽ പരിഭവം പറയാണ് കേട്ടോ ഞാൻ. വണ്ടിയിൽ എല്ലാവരും കൂടി പോകാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനും ഏട്ടനും ബൈക്കിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളവിടെ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ചുറ്റോടൊക്കെ ഒന്ന് കണ്ണോടിച്ചു. എല്ലാവിധ റൈഡ്സും വന്നിട്ടുണ്ട്. കൂത്ത് കുറവിട്ട് കഴിഞ്ഞ പിന്നെ പൂരാവുന്നത് വരെ ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഞങ്ങളുടെ നാട്ടിലെ ഇക്കൊല്ലത്തെ പൂരവിശേഷങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത് ലാസ്റ്റ് പൂരാണ് കണ്ടുറുമ്പുകാവിൽ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. പക്ഷെ ഇത് എത്ര വലിയ ആഘോഷമായിട്ടുള്ള പൂരമൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിലെ ഇത്രയധികം ആഘോഷമായിട്ട് നടത്തുന്ന ആ ഏരിയയിൽ കണ്ടുറുമ്പുകാവ് തന്നെയാണ് കേട്ടോ. കാരണം യന്ത്രൂഞ്ഞാലും മരണക്കിണറും അത് ഒരുപാട് സ്റ്റേജ് ഷോ പ്രോഗ്രാംസ് ഉണ്ടാവും. ഡാൻസ് പ്രോഗ്രാം, അതുപോലെ പാവക്കൂത്ത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ. നല്ലൊരു ഉത്സവ അന്തരീക്ഷം നമുക്ക് ഇവിടെ നിന്ന് കിട്ടൂട്ടാ. അങ്ങനെ ഓരോന്നും കണ്ണോടിച്ച് വരുമ്പോൾ എങ്ങനെയൊക്കെ മുന്നിട്ടുണ്ട് ആഗ്രഹം ആ കാണുന്ന യന്ത്രൂഞ്ഞാലൊന്ന് കയറണമെന്ന്. പൊതുവെ ഇങ്ങനെയുള്ള റൈഡ്സ് കയറാതെ തന്നെ പുറത്തുനിന്ന് നോക്കി കാണുന്ന എനിക്ക് ഭയങ്കര തലകറക്കാണ്. പണ്ടെപ്പോഴും ചെറുപ്പത്തിൽ വീഗാലാൻഡിലേക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കില്ലേ, ആ ക്യാഷ് മുതലാക്കണം എന്ന് പറഞ്ഞു ഒരുവിധ റൈഡ്സിലൊക്കെ എൻ്റെ അമ്മ അന്ന് എന്നെ കയറ്റി. അതിൽ നിന്ന് എനിക്കിട്ട് പേടിയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന വഞ്ചില്ലേ, അതെനിക്ക് ഒരുപാട് പേടിയാണ്. അപ്പോൾ മക്കളാണെങ്കിലോ അതിൽ കയറണം എന്ന് വാശി. അപ്പോൾ അവർ അവിടെ കയറാൻ നിൽക്കുന്ന ടൈം ഞാൻ ലക്കീനും കമ്മണീനും കൊണ്ട് ഈ ചെറിയ കാറിൽ ഇരുത്തിയിട്ട് അവരൊക്കെ ഒന്ന് ഹാപ്പി ആക്കാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ റൈഡ്സിലൊക്കെ കയറാൻ ലക്കിമോന് നല്ല ഇഷ്ടമാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് കിങ്ങിനും പൊന്നുട്ടനും വഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ കേട്ടോ. പൊന്നുട്ടൻ നല്ല കാവടി തുള്ളിയിട്ടാണ് പോകുന്നത്. പേടിയൊന്നും ഉണ്ടാവില്ല, അവന് ഓക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കാണാം. ഇവിടെ ഒരുവിധം എല്ലാ റൈഡ്സിലും കയറണമെന്നുണ്ടെങ്കിലും ടിക്കറ്റിന്റെ റേറ്റ് 100. എൻ്റെ ആലോചന മുഴുവൻ എങ്ങോട്ടായിരുന്നു. കാരണം ഒരൊറ്റ ട്രിപ്പിന് 95-96 പേര് കയറുന്നുണ്ടായിരുന്നു. കുറച്ച് മുന്നേ വരും ഇതിൻ്റെയൊക്കെ റേറ്റ് 50 രൂപയായിരുന്നു. എത്ര പെട്ടെന്നാ കൂട്ടി കിട്ടിയില്ലേ. അനതാ കാണുന്നുണ്ടാന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് പൊന്നുട്ടനും കിങ്ങിണിയും. കിങ്ങിണിക്ക് യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ല, ചിരിക്കുന്നുമില്ല, കരയുന്നില്ല, ഒരേ ഭാവം തന്നെ. പൊന്നുട്ടൻ്റെ പേടി പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല. ആള് ടാറ്റൊക്കെ തന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയായിരുന്നേ. അപ്പോൾ ഞാൻ ഭാഗത്തൊക്കെ കറങ്ങി തിരിഞ്ഞെങ്കിലും ഈ ഗ്യാസിൻ്റെ ഷോർട്ട് കാരണം ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. എന്നിട്ട് കഴിക്കാൻ ഇരിക്കണതോ ഞങ്ങൾ വീടിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തോട്ടുള്ള ഷാസിൽ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പേരും കൊള്ളിക്കണ്ടേ, ഞങ്ങൾ പറ്റിയ സ്ഥലം നോക്കിയിട്ട് കറങ്ങി തിരിഞ്ഞ് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ പ്ലേസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാവരും ഇരിക്കാൻ കേട്ടോ. ഞങ്ങൾ പോയി അവിടെ പൊന്നാനിയിൽ പോയി 1-2 ഹോട്ടലൊക്കെ ഓപ്പൺ ആയിരുന്നു. പക്ഷെ അവിടെയൊന്നും പൊറോട്ട ഇല്ല. അതുപോലെ എല്ലാവർക്കും പൊറോട്ട കഴിക്കണം എന്നാണ് മെയിൻ. പിന്നെ ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ആർക്കും താല്പര്യമില്ല. രാത്രി ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും കുബൂസും ബട്ടർ നാനോ, അതുപോലെ ചിക്കൻ ചില്ലി, അൽഫാം, കാന്താരി, എന്തൊക്കെ ടൈപ്പ് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളങ്ങ് കഴിച്ചു. ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചടം എന്ന് പറയുന്ന മാതിരി ലക്കി ഈ വിധ കാര്യങ്ങളൊന്നും ഇവിടെ അറിയുന്നില്ല. ഇപ്പം എന്തെങ്കിലും 2 വറ്റ് അവൻ്റെ വയറ്റിലേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഈ കുന്ത്രാണ്ടം ഇപ്പോൾ കൈ കിട്ടിയേ തീരൂ.